ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ചാനൽ. അപ്പോൾ നിങ്ങൾ ഓൾറെഡി തമ്മിൽ കാര്യങ്ങൾ കണ്ട പോലെ തന്നെ നമ്മുടെ യു പി ഐന് ചാർജ് വരാൻ പോകട്ടെ. അതായത് കൺവീനിയൻസ് ഫീ അല്ലെങ്കിൽ സർവീസ് ചാർജ് എന്നൊക്കെ പറഞ്ഞ പോലെ തന്നെ ഒരു ചാർജ് ഇനി വരാൻ പോകണം. നമ്മൾ എന്ത് യു പി ഐ ട്രാൻസാക്ഷൻ ചെയ്യുമ്പോഴും നമുക്കതിൽ 1 to 3% വരെ നമുക്ക് ചാർജ് വരാനുള്ള ചാൻസ് ഭയങ്കര കൂടുതലാണ്. ഇതായിട്ട് ആക്ച്വലി NPC ആയിട്ടൊക്കെ നമ്മുടെ ഫോൺ പേയും ഗൂഗിൾ പേ ഒക്കെ അങ്ങനത്തെ യു പി ഐ പാർട്ട്നേഴ്സൊക്കെ ആയിട്ട് ഒരു ചർച്ചയിലാണെന്ന് വെച്ചാൽ ഇവർക്ക് പ്രോഫിറ്റ് കൂട്ടാനുള്ള വഴി എന്ന് വെച്ചാൽ നോർമൽ ഇത്ര കാലം നമുക്ക് യു പി ഐ എക്സ്ട്രാ ചാർജും സംഭവമൊന്നും ഇല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് പ്രോഫിറ്റ് ഭയങ്കര കുറവാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ശരിക്കും ആക്ച്വലി RBIയും UPS NPC ഒക്കെ ഇതിനെക്കുറിച്ചൊരു എന്താ പറയുക ഒരു സ്റ്റഡിയിലൊക്കെയാണെന്ന് വെച്ചാൽ ഇപ്പോൾ റീസെന്റ് തന്നെ വന്നിട്ടുണ്ടായിരുന്നു. നമുക്ക് ഇനി ഗൂഗിൾ പേയിൽ നമ്മൾ റീചാർജ് ചെയ്യാൻ പോകുമ്പോൾ നമുക്ക് അതിന് ചിലപ്പോൾ ഒരു 3 രൂപ to 5 രൂപ നമുക്ക് എക്സ്ട്രാ കൺവീനിയൻസ് ചാർജ് കൊടുക്കണം വരുന്ന പറഞ്ഞിട്ട് നമുക്ക് ഇപ്പോൾ റീസെന്റ് ഒരു കുറേ നോട്ട്സും സംഭവങ്ങളൊക്കെ നമുക്ക് ഓൺലൈനിലും അതുപോലെ തന്നെ ഓൺലൈൻ എന്താ പറയുക ന്യൂസ് മീഡിയാസ് ഒക്കെ പുറത്തു വിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനിയിപ്പോൾ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ എന്താ പറയുക റീചാർജ് ഞാൻ പറഞ്ഞ പോലെ തന്നെ നോർമലി നമ്മൾ ഉപയോഗിക്കുന്നത് നോർമലി യു പി ഐ റീചാർജ് ചെയ്യണം മെജോറിറ്റി ആൾക്കാർ ഉപയോഗിക്കുന്നത്. ഇപ്പം ബാക്കി ഇപ്പോൾ QR കോഡ് സ്കാനിങ് ഒക്കെ അത് കഴിഞ്ഞിട്ടൊക്കെയാണ് വന്നത്. നോർമലി യു പി ഐ സ്റ്റാർട്ട് ചെയ്ത സമയത്തൊക്കെ എല്ലാവരും ഉപയോഗിക്കുന്നത് റീചാർജിന്റെ സംഭവത്തിനൊക്കെയാണ്. അപ്പൊ ഇതിന് റീചാർജിനടക്കം നമുക്ക് ഇതുപോലെ ചാർജ് വന്നു കഴിഞ്ഞാൽ ബാക്കി എല്ലാത്തിനും ഇതുപോലെ ചാർജ് വന്നു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഞാൻ പറഞ്ഞ പോലെ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ റീസെന്റ് നമ്മുടെ ഒരു ഇന്ത്യൻ ഒരു IT ഒരു എന്താ പറയുക ഒരു ഓൺലൈൻ മീഡിയക്കാർ ഒരു സർവേ സംഭവങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന്റെ ഭാഗമായിട്ട് അതിൽ വന്നതിൽ നമുക്ക് വന്നേക്കുന്നത് ഇനി ചാർജ് യു പി ഐയിൽ വന്നു കഴിഞ്ഞാൽ 63% to 70% കൊണ്ട് ഇടിവ് വരുന്ന പറഞ്ഞത്. അതായത് യു പി ഐ ട്രാൻസാക്ഷനിൽ ഇപ്പം നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഇന്ത്യയിൽ ഓൾമോസ്റ്റ് ഒരു 80% ട്രാൻസാക്ഷൻ എല്ലാം നടക്കുന്നത് 100%-ൽ ഓൾമോസ്റ്റ് ഒരു 80% നമുക്ക് യു പി ഐ ട്രാൻസാക്ഷൻ നടക്കുന്നത്. ബാക്കിയുള്ളതാണ് നമുക്ക് ക്രെഡിറ്റ് കാർഡ് ഡെബിറ്റ് കാർഡ് സംഭവങ്ങളൊക്കെ വരുന്നുള്ളൂ. ഇപ്പം നിങ്ങൾക്ക് അറിയാം നമ്മുടെ ക്രെഡിറ്റ് കാർഡാണ് യു പി ഐ നമുക്ക് ഇപ്പോൾ വരുന്നുണ്ട് അതിൻ്റെ കൂടെ. അപ്പൊ അങ്ങനെ ഈ സാധനം ഇമാരി ഇടിയും. പക്ഷെ അതിന് കുറഞ്ഞ് ഇങ്ങനെ ചാർജ് കഴിഞ്ഞത് ഈ ഇടിവ് ഇങ്ങനെ കുറഞ്ഞ് പോവുകയും ചെയ്യും. അതുപോലെ ലാസ്റ്റ് യു പി ഐനെ ഭയങ്കര എന്താ പറയുക മോശമായിട്ട് ബാധിക്കും. ഇപ്പൊ നിങ്ങൾക്ക് ഇപ്പോൾ കുറെ ഫോറിൻ കൺട്രീസ് അടക്കം നമ്മളിപ്പോൾ യു പി ഐനെ സപ്പോർട്ട് ചെയ്തിട്ട് അവരത് ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ട്. ഫ്രാൻസ് അതുപോലെ ഇപ്പോൾ നമ്മുടെ മിഡിൽ ഈസ്റ്റ് കൺട്രീസ് അങ്ങനത്തെ കുറേ അപ്പോൾ യു പി ഐനൊക്കെ സപ്പോർട്ട് ചെയ്തിട്ട് യു പി ഐ അവർ ഇംപ്ലിമെന്റ് സംഭവങ്ങളൊക്കെ ചെയ്യാൻ പോകുന്നുണ്ട്. അപ്പോൾ ഇതേപോലെ ഒരു ബാഡ് മൂവ് വന്നത് ശരിക്കും ഇതിനെ എഫക്ട് ചെയ്യുന്നതാണ് നോർമലി ഇപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞ സർവേയിലൊക്കെ കാണിക്കുന്നത്. അത് നോർമൽ കാര്യം തന്നെയാണ്. ഇപ്പോൾ നിങ്ങളിപ്പോൾ എക്സാമ്പിളായിട്ട് നമ്മളിപ്പോൾ പർച്ചേസ് ചെയ്യാൻ പോകുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ റീചാർജ് ചെയ്യാൻ പോകുമ്പോൾ ഒരു എക്സ്ട്രാ ചാർജ് കഴിഞ്ഞാണ്ട് എല്ലാവർക്കും ഒരു എന്താ പറയുക ഒരു വിഷമം ഉണ്ടായിരിക്കും അത് പേ ചെയ്യാൻ. ഇപ്പോൾ എക്സാമ്പിൾ നമ്മളിപ്പോൾ എന്തെങ്കിലും സാധനം വാങ്ങിക്കാൻ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫ്ലിപ്കാർട്ടിലൊക്കെ പോയി കഴിഞ്ഞാൽ പാക്കേജിങ് ഫ്രീ, ഗ്രീൻ ചാർജ് ഫ്രീ എന്നൊക്കെ പറഞ്ഞ് കുറേ സാധനങ്ങൾ കാണാം. അപ്പോൾ അത് കുറേ പേര് അത് നോക്കാറുമില്ല, അത് വേറെ കാര്യം. പക്ഷേ റീചാർജ് ചെയ്യുമ്പോൾ നോക്കില്ല, എന്ന് വെച്ചാൽ ചെറിയ എമൗണ്ടാണ് നമ്മൾ ചെയ്യുക. താഴെ തന്നെ നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽസും കാണാൻ പറ്റും. അപ്പോൾ ഇത് കാണുമ്പോൾ ഇപ്പോൾ നമ്മൾ ഇപ്പോൾ 100 രൂപയ്ക്ക് റീചാർജ് ചെയ്യാൻ പോകണം, 105 രൂപ കൊടുക്കണം എന്ന് പറഞ്ഞാൽ എല്ലാവരും അത് ശ്രദ്ധിക്കും. പക്ഷേ ബാക്കി ഫ്ലിപ്കാർട്ടിൽ കുറേ പേര് നോക്കാറില്ല. പ്രത്യേകിച്ച് ഹൈ ഇപ്പോൾ ഫോൺസും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഒരു കുറേ എക്സ്ട്രാ ഇടയ്ക്കൂടെ കുറേ ചാർജുകൾ വാങ്ങിക്കുന്നുണ്ട്. പാക്കേജിങ് ചാർജ്, ഗ്രീൻ ചാർജ്, അവരുടെ പ്ലാറ്റ്ഫോം ഫീസ് എന്നൊക്കെ പറഞ്ഞിട്ട്. പ്ലാറ്റ്ഫോം ഫീസൊക്കെ ഇതിനാണ് 5 രൂപ വെച്ചിട്ട് ഒരു ദിവസം 1000 രൂപ 10,000 ഇവിടെ നിന്ന് വാങ്ങിച്ചു കഴിഞ്ഞവർക്ക് എത്ര ലാഭം നിങ്ങൾ വായിച്ചു നോക്കുക. ഉടായ്പ പരിപാടിയാണ്. ഇപ്പോൾ ഈ പരിപാടി ആമസോൺ ചെയ്യുന്നില്ല, അതൊരു നല്ലൊരു കാര്യം തന്നെയാണ്. ഇപ്പോൾ ഫ്ലിപ്കാർട്ട് അവരുടെ കയ്യിലുള്ള എല്ലാ സാധനത്തിനും ഉണ്ട്, മിന്ത്രക്കാർക്കും ഉണ്ട് ഈ പരിപാടി. ഫ്ലിപ്കാർട്ടിന് തന്നെയാണല്ലോ. അപ്പോൾ ഉടായ്പൻ്റെ ആശാന്മാരാണ് അവന്മാർ. അപ്പോൾ എല്ലാത്തിനും ഉണ്ട് ഇതുപോലെ. കുറേ പേര് നോക്കുന്ന പോലും ഇല്ല. പിന്നെ കുറച്ച് ഭേദം എന്താ വെച്ചാൽ ഫ്ലിപ്കാർട്ടിൽ നോക്കുമ്പോൾ ഇപ്പോൾ അത്യാവശ്യം കുറച്ച് ഓഫേഴ്സ് ഉണ്ട്. അപ്പോൾ ഓഫർ കുറഞ്ഞിട്ട് എമൗണ്ടാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ അതിൽ ചെറിയ ചാർജ് കൂടുതലും അത് കാരണം കുറേ പേരൊന്നും നോട്ടീസ് ചെയ്യുന്നില്ല, അതാണ് മെയിൻ കാര്യം. പക്ഷെ ഇതുപോലെ ഇടയ്ക്കൂടെ അവന്മാർ ഉടായ്പ ചെയ്യുന്നു. ഒന്നാമത് അവർക്ക് ലാഭം ഉണ്ടായിട്ടാണ് അവർ ആ ചാർജ് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഐഫോണിനൊക്കെ നോക്കുകയാണെങ്കിൽ അവർ കുറച്ച് കാലം മുമ്പ് നമ്മുടെ ഐഫോൺ 15 65,000 രൂപയ്ക്ക് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അവർക്ക് അതിനായിട്ടും കുറഞ്ഞ് കിട്ടിയിട്ടാണ് അവർ കൊടുക്കുന്നത്, അവർക്ക് ഡീല് വന്നിട്ട്. പക്ഷേ അതിൽ ഇടയ്ക്കൂടെ ഈ ചെറിയ ചാർജിൽ വരുമ്പോൾ അവർക്ക് ലാഭം നിങ്ങൾ ആലോചിക്കുക. അപ്പോൾ ഇതാണ് അതേപോലത്തെ ഒരു സംഭവം തന്നെയായിരിക്കും ഇപ്പം യു പി ഐയിലും വരാൻ പോകുന്നത്. വെച്ചാൽ എല്ലാ ട്രാൻസാക്ഷനും ചാർജ് വരുന്ന പറഞ്ഞിരിക്കുന്നത്. അത് റീചാർജ് ചെയ്യാൻ ഓൺലൈൻ ആയിക്കോട്ടെ ഓഫ്ലൈൻ ആയിക്കോട്ടെ QR കോഡ് ആയിക്കോട്ടെ എല്ലാത്തിനും ചാർജ് വരുന്ന പറഞ്ഞിരിക്കുന്നത്. അതിൻ്റെ ഒരു ചർച്ചയും സംഭവമൊക്കെ നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആക്ച്വലി ഇങ്ങനെ ഒരു ബാഡ് മൂവ് ആവുമോ എന്ന് പ്രതീക്ഷിച്ചിട്ടാണ് ഇപ്പോൾ ആക്ച്വലി NPC അത് ഹോൾഡ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അല്ലെങ്കിൽ ഇപ്പോൾ ഓൾറെഡി വന്നേനെ ഇപ്പോൾ ചാർജ് സംഭവങ്ങളൊക്കെ. പക്ഷേ വരാനുള്ള ചാൻസ് ഭയങ്കര കൂടുതലാണ് കേട്ടോ. അപ്പോൾ നിങ്ങളെ അഭിപ്രായം ഒന്ന് കമന്റ് ചെയ്യുക. നിങ്ങൾ ഇതുപോലെ ചാർജ് വന്നാൽ യു പി ഐ ഉപയോഗിക്കുമെന്ന് കമന്റ് ചെയ്യട്ടാ. ഞാൻ ആക്ച്വലി എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഉപയോഗിക്കാൻ താല്പര്യമില്ല, ഞാൻ നല്ലോണം കുറയ്ക്കും. അത്യാവശ്യം ഇപ്പം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മിക്കതും യു പി ഐയിൽ. അപ്പോൾ 95% നോക്കിക്കഴിഞ്ഞാൽ യു പി ഐ തന്നെയാണ്. പോരാത്തതിന് ഇപ്പോൾ ക്രെഡിറ്റ് കാർഡാണ് യു പി ഐ വന്നിട്ടുണ്ടല്ലോ. അതുകൊണ്ട് തന്നെ 95% നമ്മളിപ്പോൾ ഒരു മാസത്തിൽ ട്രാൻസാക്ഷൻ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അത് ഫുള്ള് യു പി ഐ തന്നെയാണ്. പക്ഷേ ഇങ്ങനെ ഒരു ചാർജ് സംഭവമൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ചിലപ്പോൾ 10% മാറും കേട്ടോ. അത് വേറെ കാര്യം. നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ. നമ്മുടെ 2 ചാനൽ കാണാത്തവർ പോയി കണ്ടു നോക്കുക, സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യട്ടാ. നമ്മുടെ പുതിയ ചാനലായി JHH വേൾഡ് കാണാത്തവർ പോയി കണ്ടു നോക്കാം. നമ്മൾ ടെക് ന്യൂസ്, മൂവി ന്യൂസ്, ഫൈനാൻഷ്യൽ ന്യൂസ്,
അങ്ങനത്തെ നമ്മൾ ഇൻഫോർമേറ്റീവ് സംഭവമാണ് ചെയ്യുന്നത്. സപ്പോർട്ട് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. ഫ്രണ്ട്സിലേക്ക് ചെയ്യുമ്പോഴേക്കും ഷെയർ ചെയ്യാനും മറക്കണ്ട. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇൻസ്റ്റാഗ്രാം പേജിൽ അവൈലബിൾ ആണ്. പേജ് ഫോളോ ചെയ്ത് നിങ്ങൾക്ക് അതിലും വേണമെങ്കിൽ മെസ്സേജ് ചെയ്യാം കേട്ടോ. അടുത്ത കാണാം. ബൈ.